കുട്ടനാടിൻ്റെ മണ്ണിലേക്ക് ഇനി പെരുന്നാൾ ആവേശം. പ്രസിദ്ധമായ കുട്ടനാട് എടത്വാ പള്ളിയിലെ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വിശുദ്ധ ഗീവർഗീസിൻ്റെ അനുഗ്രഹം നേടുന്നതിലേക്കായി ഞങ്ങൾ നിങ്ങളെയും ക്ഷണിക്കുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ എടത്വയിൽ എത്തിയിട്ടുണ്ട്. എടത്വ പള്ളി നമ്മൾ എടത്വ തിരുനാളിന് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഞങ്ങൾ തുടർച്ചയായിട്ട് വരുന്നുണ്ട്. അതിന് ഇത്തവണയും എത്തി. ഇത്തവണത്തെ പ്രത്യേകത ഞങ്ങൾ 2 ദിവസം ഇവിടെ സ്റ്റേ ആണ്. നമ്മൾ ഇന്നലെ എത്തിയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തു. നമുക്ക് ഇതിപ്പോൾ ഒരു 8 മണി സമയമാണല്ലേ, 8-8:30 ആ ഒരു സമയമാണ്. പറഞ്ഞാൽ വലിയ തിരക്കല്ല, എന്നാൽ വലിയ തിരക്കില്ല. പക്ഷേ പക്ഷേ ഇത് നമ്മൾ ഇത്തിരി കഴിയുമ്പോൾ പൂരപ്പറമ്പാവും. അതെ, ഉച്ച കഴിഞ്ഞാൽ ഇവിടെ പൂരപ്പറമ്പാണ്. ഇപ്പോഴത്തെ ഈ കാണുന്നതൊന്നും അല്ല, ഇത്തിരി കഴിയുമ്പോൾ പള്ളിയിലോട്ട് പോകാൻ പോകുന്നതേ ഉള്ളൂ. രാവിലെ കാപ്പിയൊക്കെ കുടിച്ചു. ഇനി വേണം പള്ളിയിലോട്ട്. ഇനി നമുക്ക് പള്ളിയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. കൂട്ടുകാരെ, ഈ എടത്വാ പള്ളി തിരുനാൾ പ്രമാണിച്ച് ഇവിടെ പാർക്കിംഗ് ഒക്കെ ഒരുപാട് സജ്ജമായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വാഹനമൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ കാണുന്ന പമ്പാ നദി ഉണ്ടല്ലോ, ഈ നദീ തീരത്ത് നമ്മൾ ഇറങ്ങി വന്ന് കുളിക്കുകയൊക്കെ ഉണ്ടായി. നേരെ നല്ല മനോഹരമായിട്ടുള്ള ഒരു കുളിയൊക്കെ പാസ്സാക്കിയതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്നും റെഡിയായി പോകുന്നത് എങ്ങോട്ടാണെന്നറിയൂ? നമ്മുടെ എടത്വാ പള്ളി അങ്കണത്തിലേക്കാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മുൻ ഗേറ്റ് എത്തുന്നതിന് മുമ്പുള്ള മെഴുകുതിരി കച്ചവടവും പിന്നെ അതുകൂടാതെ തന്നെ ആൾരൂപങ്ങളും കുടുംബവും ഇങ്ങനെയൊക്കെ ഉള്ള രൂപങ്ങൾ കച്ചവടം ചെയ്യുന്ന ആൾക്കാരെയും അതുകൂടാതെ ഇവിടുത്തെ വിശുദ്ധ ഗീവർഗീസിൻ്റെ കുരിശടിയുമാണ്. അപ്പോൾ അതിൻ്റെ ബേക്ക് ഭാഗത്തോട്ടാണ് നമ്മുടെ എടത്വാ പള്ളിയിലേക്ക് കയറി പോകുന്ന വഴി. ആ വഴി അലങ്കരിച്ചിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള വർണ്ണങ്ങളാൽ നല്ല രീതിയിൽ അലങ്കരിച്ച ലൈറ്റുകളാൽ എന്തെന്ന് പറയാം, നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കുള്ളൊരു വേറൊരു എനർജി തന്നെയാണ്. ഇവിടുത്തെ ഒരു ആരവവും ഒരു ജനങ്ങളുടെ ഒരു എന്തെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് എടത്വാ പള്ളി. പള്ളിയിലേക്ക് പോകുന്ന ഇരുവശത്തും ഒത്തിരി സ്റ്റാളുകളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കേട്ടോ. പിന്നെ പള്ളിയിൽ ഇപ്പം പാർക്കിംഗ് ഒന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ പാർക്കിംഗ് ചെയ്ത ശേഷം നടന്ന് വേണം പോകാനായിട്ട് കേട്ടോ. ഇപ്പോൾ വഴിയിൽ വലിയ തിരക്കൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ 7-ാം തീയതി വരെയുള്ള തിരുനാളിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 1 മുതൽ 7 വരെ. മെയ് 1 മുതൽ 7 വരെയും അതുകൂടാതെ 14-ാം തീയതി വരെ മൊത്തത്തിലെ തിരുനാൾ നടക്കുന്നുണ്ടെങ്കിലും മെയ് 1 മുതൽ 7-ാം തീയതി വരെയാണ് മെയിനായിട്ട് നടക്കുന്നത്. അതിൽ 6ഉം 7ഉം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളുമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ചെറിയ പ്രദക്ഷിണവും വലിയ പ്രദക്ഷിണവും നടക്കുന്ന ദിവസങ്ങളാണ് 6ഉം 7ഉം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പള്ളിയുടെ മുൻവശത്തായിട്ടുള്ള മെഴുകുതിരി കത്തിക്കുന്നതിനുള്ള സൗകര്യമാണ്. പിന്നെ നമുക്കിതെന്ന് പറഞ്ഞാൽ നമുക്ക് കാണിക്കിടാനും അതുകൂടാതെ നമ്മുടെ വലിയ ഗീവർഗീസ് സഹദായെ വലിയ രൂപക്കൂട്, ഗീവർഗീസ് സഹദായുടെ വലിയ രൂപക്കൂട് നമുക്ക് നേർച്ചയിടാനും അവിടെ ഈ വിശുദ്ധ ഗീവർഗീസിൻ്റെ രൂപത്തിന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു രൂപം കൂടിയാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഒരു രൂപക്കൂട് കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ജനങ്ങൾ വളരെ കൂടുതലാണ് വരുന്നതിൻ്റെ ആ ഒരു അളവ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഇവിടെ നമ്മൾ നേർച്ച നമുക്ക് കിട്ടുന്ന നൂലും അതുകൂടാതെ തന്നെ പൊരി, ഉപ്പ്, കുരുമുളക്, നേർച്ച അപ്പമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അതുകൂടാതെ അരിയുണ്ടല്ലേ, അരിയും വറുത്ത അരിയുമുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇതൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ നേരെ ഇവിടെ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം ഇനി നമുക്ക് അടുത്ത കാഴ്ചകൾ നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ നമ്മൾ നേരെ ഇനി പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് മീനുകുട്ടിക്ക് വെള്ളം ദാഹിക്കുന്നു. അങ്ങനെ മീനുകുട്ടി ഒരു ഇത്തിരി വെള്ളം കുടിച്ചോട്ടെ പപ്പാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി, ഓക്കെ. അങ്ങനെതാ നമ്മുടെ പള്ളിക്ക് ചുറ്റാകെ മൊത്തം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പോയത് എന്തൊക്കെയാ നേർച്ചയെടുക്കാണ്. നമ്മൾ ഇതിനു വേണ്ടിയാണ് കേട്ടോ വന്നത്. നമ്മളൊരു മീനൂട്ടിക്കായിട്ട് ഒരു 10 കൊല്ലത്തെ നേർച്ച നമ്മൾ നേർന്നിട്ടുണ്ട്. ഈ എടുക്കുന്ന നേർച്ച എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചാണ് കേട്ടോ. ഓരോരുത്തരുടെ നമ്മുടെ എടത്വാ പള്ളിയിലെ ആചാരവും മനുഷ്യനായിട്ട് നമ്മളെ ഓരോരുത്തരുടെ മനസ്സിന് നമ്മുടെ ഒരു സാക്രിഫൈസിന് വേണ്ടി എടുക്കുന്ന ഓരോ നേർച്ചയാണ് കേട്ടോ. ഇതൊക്കെ ഒരുപാട് പേര് കുറ്റം പറയുന്നവരുണ്ട്. അതെന്ന് പറഞ്ഞാൽ അവര് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ആരും കുറ്റം പറയേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞാൽ അത് വേണമെന്നുള്ളവർക്ക് അവരവരുടെ വിശ്വാസമാണ് കേട്ടോ, നിർബന്ധമില്ല. നമ്മളത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നും നേർച്ച എണ്ണ വാങ്ങി നമ്മൾ ഇവിടുത്തെ ഇതാണ് കൊടിമരം. അതെ,
കൊടിമരത്തിൽ എണ്ണ കൊടുക്കുമ്പോഴത്തേക്ക് അവരത് ആ കൊടിമരം കഴുകി അതിൻ്റെ ആ ഒരു വിശ്വാസമുണ്ട്, അതും നമുക്ക് തിരിച്ചൊഴിച്ച് തരിക ചെയ്യുന്നത് കേട്ടോ. ഈ എണ്ണ നമുക്ക് ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. നമ്മുടെ ശരീരം വേദന അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി തരുന്നത് കൂടെയാണ് ഇവിടുത്തെ ഈ എണ്ണ. ഇതും ഒരു വിശുദ്ധ എണ്ണയാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കൊടിമരത്തിൻ്റെ തൊട്ടടുത്തോടുകൂടി തന്നെയാണ് നമുക്ക് പള്ളിക്ക് അകത്ത് കയറാനുള്ള സൗകര്യമുള്ളത് കേട്ടോ. നമ്മൾ നേരെ അതിൻ്റെ ഫ്രണ്ട് വശത്തോടുകൂടി നമ്മൾ പള്ളിക്ക് അകത്ത് കയറി. ഇപ്പോൾ ഇവിടെ ആരാധന നടക്കുന്നുണ്ടായിരുന്നു. തമിഴിലെ ആരാധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളപ്പോൾ എന്ത് ചെയ്തു, നമ്മളിവിടെ പുറത്ത് നിന്നു കേട്ടോ. മലയാളം ആരാധനയ്ക്ക് കയറാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്ത് വെയിറ്റിംഗായിരുന്നു കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ തന്നെ പള്ളിയുടെ തന്നെ സൈഡിലായിട്ടുണ്ട്. നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം മലയാള ആരാധനയും കഴിഞ്ഞ് നമ്മളത് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ ആഹാരം കഴിക്കാനുള്ള സമയമായി. അപ്പോൾ ഇവിടെ തന്നെ നേർച്ച ആഹാരമുണ്ട്. ആഹാരം നമുക്ക് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്, വാങ്ങി കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മളൊന്ന് അതൊക്കെ കഴിച്ചതിന് ശേഷം അടുത്ത് നമ്മൾ മീനൂട്ടി പറഞ്ഞു, മീനൂട്ടിക്ക് മാതാവിൻ്റെ മുൻവശത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. വേറൊന്നുമല്ല, മാതാവിൻ്റെ മുൻവശത്ത് മാതാവിനെ കാണാനായിട്ട് മീനൂട്ടി പോകുന്നതല്ല, അവിടെ മീനുണ്ട്. അതെ, വലിയ മീൻകുട്ടികളുണ്ട്. അപ്പോൾ വലിയ മീൻകുട്ടന്മാരെ കാണാൻ വേണ്ടി പോയത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് അത് കിട്ടുന്നില്ല, കളർ കറക്റ്റ് ആവാത്തതുകൊണ്ട് ഞാൻ പിന്നെ എടുക്കാനും പോയില്ല. അപ്പോൾ നേരെ നമ്മളിതാ പിന്നെ ഈ കാണുന്ന ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിനുശേഷം നമുക്ക് മീനൂട്ടിയെ പ്രാർത്ഥിപ്പിക്കാൻ കൊണ്ടുപോകണമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ തിരിച്ച് എങ്ങോട്ടാ നടന്നു, ഒരു ജ്യൂസ് വേണം, പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ നേരെ വാഹനം പാർക്ക് ചെയ്ത ഭാഗത്തേക്ക് നടന്നു കേട്ടോ. നമ്മളിതാ ഇവിടെ വന്നു, പൈനാപ്പിൾ ജ്യൂസ് നമ്മൾ 3 പേരും കുടിച്ചു. ഒരു ജ്യൂസിന് 20 രൂപ. അങ്ങനെ 3 ജ്യൂസ് കുടിച്ചു. ഭയങ്കര ചൂടല്ലേ, അപ്പൊ ഇത് തന്നെ ഒരു ആശ്വാസം. അത് കഴിഞ്ഞ് നമ്മൾ വന്നപ്പോഴത്തേക്കേ കാരി കടിച്ച് കയറുന്ന പറമ്പൊക്കെ നോക്കിയപ്പോൾ വണ്ടി അങ്ങ് നിറഞ്ഞു കിടക്കുക. ഒരുപാടില്ലെങ്കിലും ഒരു പരുവത്തിനൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അതെ അതെ. അപ്പൊ അതിനുശേഷം ഇനി നമ്മൾ പോയ സ്ഥലം എവിടെയാ, ഒരു ചായക്കടയിൽ കയറിയതാട്ടോ. ഇത് കൊള്ളയായിപ്പോയി എന്ന് പറഞ്ഞാലേ, നമ്മൾ ഈ പള്ളിയുടെ ഈ സമയത്ത്, നമ്മൾ ഈ തിരുനാൾ സമയത്ത് 12 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടുവന്ന ചായ 15 രൂപ, 10 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടുവന്ന കടി 15 രൂപ. വേറെ ഒരു കടയിലും അങ്ങനെ വില കൂടിയിട്ടില്ല. ഈ കടയിൽ മാത്രമാണ് കേട്ടോ വില കൂടുതൽ. പക്ഷേ തിരക്കുമുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു ചായയും കടിയൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ എവിടേക്കാണ് പോയത്? അതെ, വള്ളത്തിൽ കയറാൻ പോയതാണ്. നമ്മളിവിടെ വന്ന് വള്ളം കാത്തു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊരു ഒരു പയ്യൻ പൊരി വിൽക്കണമെന്ന് പറഞ്ഞു വന്നപ്പോൾ നമ്മൾ പൊരി വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു. എന്നിട്ട് അതിന് ശേഷം നമ്മൾ പിന്നീട് കാണുകയാണെങ്കിൽ നമ്മൾ എടുത്തോളാമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ കണ്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറേ നേരമൊക്കെ ഞാൻ അവിടെ നോക്കിയായിരുന്നു, കണ്ടില്ല. പിന്നെ അതിനുശേഷം നമ്മുടെ വള്ളത്തിൽ കയറി. ഒരാൾക്ക് 30 രൂപയാണ് വെള്ളത്തിൽ കയറുന്നതിനായിട്ട്. അതെ, ഒരാൾക്ക് 30 രൂപ. ഞങ്ങൾ കഴിഞ്ഞ വർഷം ബോട്ടിൽ കയറി, തവണ വെള്ളത്തിൽ. ഇവിടെ വരുമ്പോഴാണ് ഞങ്ങൾ വള്ളത്തിലോ ബോട്ടിലോ ഒക്കെ കയറുന്നത്. അതെ, ഈ മാവിനെ നമ്മൾ നേരത്തെ പരിചയമുള്ള, നമ്മൾ നേരത്തെ ഈ വള്ളത്തിൽ കയറിയിട്ടുള്ളതാണ്. നമ്മൾ സ്ഥിരം ഇവിടെ ഈ മാവ് മാത്രമാണ് ഇവിടെ വള്ളത്തിൻ്റെ സർവീസ് നടത്തുന്നത് കേട്ടോ. വേറെ ആളുണ്ടോ എന്നുള്ള എനിക്കറിയത്തില്ല. ഞങ്ങൾ ഇതുവരെ വന്നിട്ട് നമ്മൾ വള്ളത്തിൽ കയറിയിട്ടുള്ളത് ഈ മാവൻ്റെ വള്ളത്തിൽ മാത്രമേ ഉള്ളൂ. വേറെ വള്ളം പോകുന്നുണ്ട്, പക്ഷെ അത് ആളെ കയറ്റുന്നതാണോ നമുക്കറിയില്ല കേട്ടോ. പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ ചക്കയും മാങ്ങയൊക്കെ വള്ളത്തിൽ കൊണ്ട് സൈഡ് വരെ വിൽക്കുക. അത് വിൽക്കുന്നൊക്കെ ഉണ്ട്. ഈ മാങ്ങ ഇങ്ങനെ ആളെടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് നോക്കിയപ്പോഴേ ഒരു ബോട്ട് കൂട്ടം വരുന്നു. അപ്പോൾ മീനൂട്ടി പറഞ്ഞു, ബോട്ട് കൂട്ടം പറഞ്ഞു, പിടിച്ചോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ബോട്ടിനെയും പിടിച്ചു. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോകുന്ന എവിടെയെന്ന് വെച്ചാൽ മാതാവിൻ്റെ ലൈറ്റ് ഇട്ട സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ നമ്മൾ പറഞ്ഞിരുന്നു. അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അതെ, ഇതാണ് ഈ കാണുന്നതാണ് നമ്മളതിൻ്റെ എൻട്രി. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഒരു മരപ്പാലമുണ്ട്. മരപ്പാലത്തിൽ കൂടെ കയറി വേണം. മരപ്പാലം എന്ന് പറഞ്ഞാൽ സിമൻറ്റ് കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു മരപ്പാലം. ഓക്കെ. അപ്പോൾ ഇതിൽ ഇങ്ങനെ കയറി നമ്മൾ വരുമ്പോൾ കാണുന്നത് ബട്ടർഫ്ലൈ. അപ്പോൾ അങ്ങനെ മീൻകുട്ടീനെ നമ്മൾ നിർത്തി ഒരു ബട്ടർഫ്ലൈയുടെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് നിർത്തി നോക്കി, ഒരു രക്ഷയുമില്ല, ക്ലിയർ കിട്ടുന്നില്ല. നമ്മുടെ ഫോണിൻ്റെ കുറവുണ്ടാവാം. അതിനുശേഷം നമ്മൾ നേരെ അതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ എടുത്തു. മാതാവിനെ ഒരുക്കിയിരിക്കുന്നതും അവിടുത്തെ ലൈറ്റ് കാര്യങ്ങളും അങ്ങനെയുള്ളതെല്ലാം. ഇതൊക്കെ നോക്കി എന്ത് ഭംഗിയാണ്, പച്ചപ്പ് നിറഞ്ഞു നിൽക്കുക. ആർക്കും വേണ്ടാർക്കണ കുറേ ചെടികളൊക്കെ ഇവിടെ നല്ല വിശാലമായിട്ട് അടിപൊളിയായിട്ട് നട്ടു നിർത്തിയിട്ടുണ്ട്. കാട്ടു ചെടികൾ എന്നൊക്കെ പറഞ്ഞു കളയുന്ന കുറേ ടൈപ്പ് ചെടികൾ നല്ല രീതിക്ക് ചെടിച്ചട്ടികൾ അവിടെ നട്ട് വളർത്തുന്നുണ്ട്. അത് അവരതിനെ ക്ലിയർ ചെയ്ത് നിർത്തുന്നതിൻ്റെ ഒരു ഇതാണ്. എന്ന് പറഞ്ഞാൽ അത്രയും അതിനെ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ പിന്നെ ഇനി പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പള്ളിയുടെ മുൻവശത്തേക്കാണ് കേട്ടോ. ദീപ കാഴ്ചകളാണ്. അപ്പോൾ എന്ത് മനോഹരമെന്ന് നോക്കിയേ കാണാൻ. ഇത് ഓരോ വർഷവും ഓരോ രീതിക്കാണ്. അതെ, പള്ളി ഇത് നിങ്ങൾ സാധാരണ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ലൈറ്റായിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ ഒരു മുൻവശം നിങ്ങൾ കാണുമ്പോൾ ആലോചിക്കും, എൻ്റെ ദൈവമേ എന്താ ഇതെന്ന്. പക്ഷേ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പ്രദർശനം തുടങ്ങി. അപ്പം ഇനി നമുക്ക് പ്രദർശന കാഴ്ചകളിലേക്ക് ഒന്ന് പോയാലോ.
അങ്ങനെ കോരിച്ചൊരിയുന്ന മഴയത്തും പ്രദക്ഷിണം വളരെ മനോഹരമായി നടന്നു കേട്ടോ. നിങ്ങൾ ഈ കണ്ടു പോയതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രദക്ഷിണമാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മേളയ്ക്കകത്ത് കയറി. അപ്പോൾ മീനൂട്ടിക്കായിട്ട് കുറച്ച് മേളയ്ക്കകത്ത് നിന്ന് എന്തെങ്കിലും പറ്റുമെങ്കിൽ വാങ്ങാം എന്നുള്ള രീതിയിൽ നമ്മൾ കയറിയത്. പക്ഷേ വില കൂടുതലാണ് ഗൈസ്. 20 രൂപ സ്റ്റാളുണ്ട് കേട്ടോ. 20 രൂപ സ്റ്റാളുണ്ട്. പേനയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതെ, അത് കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നും പള്ളിയുടെ മുൻവശത്തേക്ക് വന്നു. പള്ളി നിങ്ങൾക്ക് ലൈറ്റ് കാണിച്ചു തരണമല്ലോ, അതുകൊണ്ട് നമ്മൾ പള്ളിയുടെ മുൻവശത്തുള്ള ലൈറ്റ് കാണിക്കുന്നതാണ്. ഇത് നോക്കി എന്ത് മനോഹരമെന്ന് നോക്കി. ഇത് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണയിൽ എപ്പോഴൊന്നും നമുക്ക് കാണാൻ കഴിയുന്നതല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഒരു LED ലൈറ്റ് സിസ്റ്റമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അവർ ചെയ്യുന്നത്. എല്ലാ വർഷവും ചെയ്യുന്നത് അത് തന്നെയാണ്. അതായത് നോക്കി മാതാവ് നമ്മുടെ ഒരു വീഡിയോ എഫക്റ്റ് തന്നെയാണ് ഇവിടെ ഇവർ ലൈറ്റിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലേ. ഈ പള്ളിക്ക് ചുറ്റും മാത്രമല്ല വഴിയിലൊക്കെ ദീപാലങ്കാരം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരുപാട് ലോങ് ആവണ്ട എന്ന് കരുതി അതൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ സാധാ ലൈറ്റിംഗ് ആണ് കേട്ടോ. അതെ. അപ്പം നിങ്ങൾ കാണുന്നത് മൊത്തമായിട്ട് ഒരു പള്ളിയുടെ ഒരു രൂപമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. നമുക്ക് തിരിച്ച് വാഹനം ഒതുക്കിയ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതിന് നിങ്ങൾക്ക് വലിയ പ്രദർശനവും കാണിച്ചിട്ട് മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്നും പോകത്തുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ മുൻ ഗേറ്റിലേക്കാണ് പോകുന്നത്. മുൻ ഗേറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് ആ ഗേറ്റിൽ നമ്മൾ ഗീവർഗീസിൻ്റെ ബേക്ക് ഭാഗത്തായിട്ട് കാണുന്ന മാതാവിനെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിറ്റേന്ന് നേരം വെളുത്തോണ്ട് നമ്മൾ നേരെ പമ്പാ നദിയുടെ തീരത്തെത്തി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അടിപൊളിയായിട്ടൊരു കുളിയൊക്കെ പാസ്സാക്കിയതിന് ശേഷം നമ്മൾ പിന്നും കാപ്പിയെ കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ പള്ളിയുടെ മുൻവശത്തേക്ക് എത്തി കേട്ടോ. നിങ്ങൾ പകൽ കാണുന്നത് നോക്കി ഇന്നലെ കണ്ടാണൊക്കെ അല്ല, ഇന്നത്തെ തിരക്ക് കൂടുതലാണ്. അപ്പോൾ നമ്മൾ നേരെ വന്ന് പള്ളിയുടെ കുറച്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആഹാരം കഴിക്കാറായി. അങ്ങനെ നമ്മൾ നേരെ ആഹാരം കഴിക്കാൻ പോയി. അപ്പോൾ ആഹാരം കഴിക്കാൻ ഇന്നത്തെ ചോറ് നിങ്ങൾ കണ്ടല്ലോ, വളരെ മനോഹരമായിട്ട് നല്ല അടിപൊളി ഊണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ക്ഷീണം. അപ്പോൾ ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല. ഈ 7-ാം തീയതി ഫുൾ ടൈം നമ്മൾ പള്ളിക്കകത്ത് തന്നെയായിരുന്നു കേട്ടോ. കാരണം തിരക്കായിട്ട് നമ്മളെ സീറ്റ് പോകാതിരിക്കാൻ വേണ്ടി നമ്മളവിടെ തന്നെ ഉണ്ടായിരുന്നു. അതെ, അവിടെ കിടന്നൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റു. അത് കഴിഞ്ഞ് നോക്കിയപ്പം ആരാധന. അങ്ങനെ നമ്മൾ നേരെ ആരാധനയൊക്കെ കൂടിയതിന് ശേഷം അടുത്ത് നമ്മുടെ വലിയ ഗീവർഗീസ് സഹദായുടെ വലിയ സ്വരൂപം കൊണ്ടുള്ള ഒരു കൂടുണ്ട്. അതാണ് ഇനി അടുത്ത് പുറത്തിറങ്ങുന്നത്. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ആ ഒരുക്കം അതാണ് ഞാൻ നിങ്ങളെ ബാഗിൽ കാണിച്ചതൊക്കെ കേട്ടോ. അവരത് ഇളക്കിയൊക്കെ എടുക്കുന്നതിൻ്റെ ആണ്, ആ രൂപം അവിടെ നിന്ന് എടുക്കുന്നതിൻ്റെ ആണ്. അപ്പോൾ അതിനുശേഷം നമ്മളും കൂടുകയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ. എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ പ്രദർശനത്തിൻ്റെ കൂട്ടത്തിൽ മീനൂട്ടിയും വാവച്ചിയും ഞാനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രദർശന കാഴ്ചകളിലേക്കൊന്ന് പോയാലോ.
കൂട്ടുകാരെ, നിങ്ങൾ ഈ കാണുന്ന തിരക്കുണ്ടോ? ഈ തിരക്കിനിടയിൽ ഞങ്ങൾക്ക് ഗീവർഗീസിൻ്റെ മുൻവശത്ത്, ഗീവർഗീസ് അഗതായുടെ മുൻവശത്ത് പോകുന്നതിനും മീനുകുട്ടിയെ അതിൽ തൊട്ട് തൊഴിക്കുന്നതിനും വളരെ മനോഹരമായി കഴിഞ്ഞു കേട്ടോ. അതിന് സഹായിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരവിടെ ഉണ്ടായിരുന്നു. അപ്പോഴേ അതിനൊക്കെ അവരുടെ അടുത്തെല്ലാം നന്ദി പറയുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ആ അനുഗ്രഹത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഓക്കെ, ബൈ ബൈ, കാണാം. കൂട്ടുകാരെ, നിങ്ങൾ ഈ എടത്വ തിരുനാളിന് പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതേ ഫ്രണ്ട്സ്.